റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യ ആഹോരാത്രം പണിയെടുക്കുകയും നരേന്ദ്രമോദി ഉക്രൈനിലും റഷ്യയിലും പോയി അവിടുത്തെ നേതാക്കന്മാരുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നരേന്ദ്രമോദി ചർച്ച നടത്താനിരിക്കെ ഗാസയിൽ, അതായത് കാലങ്ങളോളം പലരും ഇടപെട്ടിട്ടും പരിഹരിക്കാൻ കഴിയാത്ത ഹമാസ് ഇസ്രായേൽ പോരാട്ടവും ഗസയിലെ ആ അക്രമ സംഭവങ്ങളുമെല്ലാം ഇല്ലാതാക്കാൻ ഇന്ത്യ ഇടപെടണമെന്ന് ഇപ്പോൾ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലാണ്. ഇസ്രായേലിൻ്റെ ഇന്ത്യൻ അംബാസഡർ റൂവൻ അസർ ആണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇന്ത്യക്ക് മാത്രമാണ് ഈ വിഷയത്തിൽ ഇടപെട്ടൊരു ശാശ്വത പരിഹാരം യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുക. കാരണം പശ്ചിമേഷ്യയിലെ ഒരു നിർണായക റോളിലേക്ക് ഇന്ത്യ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇതിൽ ഇടപെടണമെന്ന് പറയുന്നു. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഈ യുദ്ധം അവസാനിപ്പിച്ചതിന് ശേഷം തങ്ങൾക്ക് ടെല്ലവീവിന് സമീപത്ത് 100 കിലോമീറ്ററോളം മെട്രോ റെയിൽ പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് ഏറ്റവും അനുയോജ്യരായത് ഇന്ത്യൻ കമ്പനികൾ തന്നെയാണ്. കുറഞ്ഞ നിരക്കാണ് അവർക്കുള്ളത്. ഒപ്പം തന്നെ ഗുണമേന്മയുള്ള നിർമ്മാണ പ്രവർത്തനവുമാണ്. ഇന്ത്യൻ കമ്പനികളുടെ സഹായത്താൽ തങ്ങൾക്ക് റോഡുകളും തുറമുഖങ്ങളും വികസിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇതിൽ ഇടപെടുമെന്നും തങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഏത് തരത്തിലുള്ള ഇടപെടലിന് വേണമെങ്കിലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യമുണ്ടോ എന്ന് കൂടി ഇസ്രായേൽ പറഞ്ഞുറപ്പിക്കുമ്പോൾ, ഏതായാലും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യ ഇടപെടുന്നത് സമ്മതമാണെന്നും ഇന്ത്യ ഇടപെട്ടാൽ അങ്ങനെ ഒരു നീക്കത്തിന് തയ്യാറാണെന്നും ഇസ്രായേൽ പറഞ്ഞു വെക്കുന്നു. ഒപ്പം തന്നെ ഇന്ത്യയുടെ ഒരു നിലപാട് ഈ സ്വതന്ത്ര പാലസ്തീനിൻ്റെ ഒപ്പമാണ് ഇന്ത്യ നിലകൊള്ളുന്നത്. ഒപ്പം തന്നെ ഈ അതിർത്തി കടന്ന് മറ്റൊരു രാജ്യത്തെ ഭീകരവാദത്തിന് എതിരെ പോരാടാനായി ഇസ്രായേലിന് പിന്തുണ നൽകുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇന്ത്യ ഈ ഒരു വിഷയത്തിൽ ഇടപെടാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.